മൈനറായ 16-കാരി അമ്മയെ കൊലപ്പെടുത്തി. അത് തെലുങ്കാനയിലുണ്ടായ സംഭവം. ഒഡീഷയിലും 13-കാരിയും അവരുടെ കാമുകനും ചേർന്ന് അമ്മയെ കൊലപ്പെടുത്തി. 2 സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 16-കാരിയുടെ പ്രണയത്തെ എതിർത്ത അമ്മ അഞ്ജലിയാണ് 16-കാരിയും അവരെ 2 കാമുകനും കാമുകൻ്റെ സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തിയത്. തെലുങ്കാനയിലെ മെഡ്ചാൽ ജില്ലയിലാണ് സംഭവം. അഞ്ജലി 39 വയസ്സുള്ള അമ്മ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 16-കാരിയുടെ പ്രണയത്തെ എതിർത്തു. അത് വലിയ വഴക്കായി, നിരന്തരം വീട്ടിൽ വഴക്കായി. കുട്ടിക്ക് 16 വയസ്സുമുണ്ട്, പ്രായപൂർത്തിയായിട്ടില്ല. ആ കുട്ടിയുടെ കാമുകൻ പഗില്ല ശിവ, അയാൾക്ക് 19 വയസ്സുണ്ട്. അയാളും ഈ പെൺകുട്ടിയെ അമ്മയെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. ശിവയുടെ സഹോദരൻ, ഇളയ സഹോദരൻ പഗില്ല യശ്വന്ത്, അയാൾക്ക് ഒരു 17-18 വയസ്സേ ഉള്ളൂ. ഇവർ 3 പേരും കൂടി അമ്മയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കാരണം അമ്മ അതിശക്തമായിട്ട് ഈ പ്രണയത്തെ എതിർത്തു. ആ കുട്ടി മേജറായില്ല, 16 വയസ്സേ ഉള്ളൂ. മറ്റേ കുട്ടികളൊക്കെ വലിയ പ്രതികളായി വരുന്ന കുട്ടികൾ ഒരാൾക്ക് 19 വയസ്സ്, അയാളുടെ അനിയൻ ഏകദേശം 17-18 വയസ്സേ ഉള്ളൂ. 2 മൈനറാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഒരാൾ മാത്രം മേജർ എന്ന് പറയാൻ 19 വയസ്സ്. ചൈൽഡിഷായ പ്രവൃത്തി തന്നെ. അവരുടെ 16-കാരുടെ പ്രണയത്തെ അമ്മയെ കൊല്ലാൻ ഇവർ 3 പേരും കൂടെ തീരുമാനമെടുത്ത് അമ്മയെ വീട്ടിനകത്ത് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതേ സംഭവം പോലെ കഴിഞ്ഞ മാസം ഒഡീഷയിൽ ഒരെണ്ണം ഉണ്ടായി. അവിടെ 13-കാരിയാണ് കഥാപാത്രം. 2 ആൺസുഹൃത്തുമുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം അമ്മ നിർത്തണമെന്ന് പറഞ്ഞു. അതിൽ ഒരാൾ അമ്പലത്തിലൊരു പൂജാരിയാണ്. ആ ദിനേശ് എന്ന് പറഞ്ഞാൽ അയാൾ സാഹു ക്ഷേത്ര പൂജാരിയാണ്. മറ്റൊരാൾ ഗണേശ്, അയാളും ഇയാളുടെ സുഹൃത്താണ്. ഈ പെൺകുട്ടിയുടെ ഈ ബന്ധം അമ്മ അതിശക്തമായി എതിർത്തു. അമ്മയ്ക്ക് 54 വയസ്സുണ്ട്. പക്ഷേ ഈ 13-14 വയസ്സുകാരിയെ അവരുടെ മകളല്ല, അവർ എടുത്തു വളർത്തിയതാണ്. കുട്ടികളില്ലാത്തതുകൊണ്ട് അവർ എടുത്തു വളർത്തിയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോവും. അവിടെ പോയി അവിടുത്തെ പൂജാരിയായിട്ട് ബന്ധമായി. ദിനേശ് എന്ന പൂജാരി. അമ്പലത്തിനടുത്ത് ഇവരുടെ സ്ഥലമൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളുമുണ്ട്, ചില വസ്തു തർക്കങ്ങളുമൊക്കെ നിലവിലുണ്ട്. ആ പെൺകുട്ടിയെ അവരവരുടെ വശത്താക്കി. അത് എടുത്തു വളർത്തിയ മകളാണ്, ഇവരുടെ കുട്ടിയല്ല എന്നവർക്കറിയാം. ആ ബന്ധത്തെ എതിർത്ത അമ്മയെ അവർ പൂജാരിയും പൂജാരിയുടെ സുഹൃത്ത് ഗണേശ് എന്ന ആളും പെൺകുട്ടിയും കൂടെ ചേർത്ത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. 2 സംഭവങ്ങളാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇവരുടെ ഈ വളർച്ച, മാനസികമായ വളർച്ച അവർക്ക് എത്തിയിട്ടില്ല, അവർക്ക് സാംസ്കാരികമായ വളർച്ച എത്തിയിട്ടില്ല, ലൈംഗികമായ വളർച്ച കൃത്യമായി മുന്നോട്ട് പോയി അതിന് വിഘാതം നിൽക്കുന്നവരെ കൊല്ലുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇത് നമ്മൾ കാണുകയാണ്. കേരളത്തിലും ഇതുപോലെ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള പ്രണയത്തിന് പോകുന്നവരൊക്കെ വിദ്യാഭ്യാസപരമായി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതല്ല 20-21 വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇവർക്ക് ആ രീതിയിൽ ഇന്ത്യയിൽ അവർക്ക് തോന്നിയാസം നടക്കാനുള്ള അവകാശമുള്ളൂ. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ ഏത് രീതിയിലും വേണമെങ്കിൽ സഞ്ചരിക്കാം, പലരുമായിട്ട് ബന്ധപ്പെടുന്നതിനൊന്നും തടസ്സമില്ല. പക്ഷേ അതിനൊക്കെ നിയമപരമായ ചില കേസുകളൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ ആൺകുട്ടികളായാലും ശരി, അവർക്ക് 20-21 വയസ്സ് കഴിഞ്ഞ് അവർ സ്വയം ഒരു ജോലി ഒക്കെ തരപ്പെടുത്തിയ ശേഷം ഇതേപ്പറ്റി ചിന്തിക്കട്ടെ. ചെറുപ്രായത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മൈനറായിരിക്കുന്ന പേരിൽ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ വന്ന് അവർക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യത കുറവ്, അവർ ക്രിമിനലായിട്ട് മാറിപ്പോവും, അവരുടെ പേരൻസിനെ നഷ്ടപ്പെടുന്നു, അവരെ കൊല്ലുന്നു. അവരോട് സഹകരിക്കുന്ന ആൾക്കാർക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊലപാതക കേസിൽ പ്രതിയായി ജീവപര്യന്തം തടവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ചെറുപ്രായത്തിലുള്ള ഇങ്ങനെയുള്ള തൃഷ്ണയുടെ പുറകെ പോകാതെ അത് പഠിക്കുന്നവർ പഠിക്കുക, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ വീട്ടുകാരെ സഹായിക്കുക. പ്രായപൂർത്തിയായ ശേഷം നിങ്ങൾ ഏത് വഴിക്കെങ്കിലും പോവുക, ചിന്തിക്കുക. അതിനു മുമ്പുള്ള പ്രണയങ്ങളെല്ലാം കൊലപാതകത്തിലേക്കാണ് മിക്കവാറും സഞ്ചരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.